അപ്പോൾ ഒരു നേഴ്സായിട്ടുള്ള സാറ് എങ്ങനെയാണ് ഈ നഴ്സിംഗിൽ ഒരുപാട് നഴ്സുമാരെ നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് വിടുന്ന രീതിയിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് മാറിയത് ആ ഒരു സ്റ്റോറി എന്താണ്? ആക്ച്വലി എൻ്റെ വൈഫ് നേഴ്സാണ്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടൊരു OT പഠിപ്പിക്കാൻ വേണ്ടി കോട്ടയത്ത് ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കി. ആക്ച്വലി അവൾ വന്ന് പറഞ്ഞു ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ക്ലാസ്സിലൊക്കെ ഒരു 80-90 പേരൊക്കെ ഒരു ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഇൻഡിവിജ്വൽ അറ്റൻഷനോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളത് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലാക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് എന്നോട് അവൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആൾ നേഴ്സാണ്. അപ്പോൾ ആളോട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാടാ, നമുക്കൊന്ന് ഇതാക്കാം എന്നുള്ള രീതിയിൽ നോക്കി. ഞങ്ങൾ അങ്ങനെ ഒരു കോട്ടയത്ത് കാരിത്താസ് ജംഗ്ഷൻ തെള്ളകം എന്ന് പറയും, അവിടെ ഒരു ചെറിയൊരു റൂം എടുത്ത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അഡ്മിയ ഇൻ്റർനാഷണൽ അക്കാഡമി എന്ന് പറഞ്ഞ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഒരു കുഞ്ഞൊരു 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ക്ലാസ് റൂം ഇടാൻ ആദ്യം നമ്മൾ OT ആണ് തുടങ്ങുന്നത്. അത് ഒരു ചെറിയൊരു ക്ലാസ് റൂമും ഒരു ട്യൂട്ടറും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു 3 അല്ലെങ്കിൽ 5 സ്റ്റുഡൻസ് കൂടുതൽ വന്നിട്ടില്ല. പിന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ സർക്കിളിൽ വന്നു കഴിഞ്ഞ് അവരെല്ലാവരും അച്ചീവ് ചെയ്ത് B സ്കോർ നേടി. അവരിപ്പം എല്ലാവരും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UKയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. ഫസ്റ്റ് തന്നെ ഇത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമ്മൾ അത്ര നല്ല ഒരു ഫാക്കൽറ്റീനെ എടുക്കുകയുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് വളർന്ന് വരണമല്ലോ. അതുകൊണ്ട് നല്ലൊരു ഫാക്കൽറ്റീനെ എടുത്ത് നല്ല ക്ലാസ് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി ക്ലാസ് കൊടുത്ത് അവർ ഒരു 4-5 പേരോളം ഒറ്റയടിക്ക് തന്നെ പാസ്സായി. ഒരു 3 മന്ത് കോഴ്സ് കൊടുത്ത് ഒറ്റയടിക്ക് തന്നെ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ നേഴ്സ് ആകുമ്പോൾ നമുക്കൊരു നേഴ്സിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഓരോരോ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ആക്ച്വലി നേഴ്സ് ആകണമെന്നില്ല, ഒരു പേഷ്യൻ്റ് ആയാലും പേഷ്യൻറ്റിനും അറിയാൻ പറ്റും ഒരു നേഴ്സിൻ്റെ കഷ്ടപ്പാട്. അപ്പോൾ നമ്മളിപ്പം നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് പോകുന്നതല്ലാതെ ബാക്കി എല്ലാം ചെയ്യുന്ന നേഴ്സുമാരാണ്. അപ്പോൾ ആ ഒരു അറിയപ്പെടുന്നത് അത് തന്നെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ വിപുലീകരിക്കാം. ചെറിയൊരു എമൗണ്ട് ഇട്ട് കുറച്ചൊരു പൈസ നമുക്ക് ഓടിപ്പോണമല്ലോ. ബിസിനസ് ആകുമ്പോൾ തന്നെ റൂം റെൻറ്റ് കൊടുക്കണം, ഫാക്കൽറ്റിക്ക് ക്യാഷ് കൊടുക്കണം, റിസപ്ഷനിസ്റ്റിന് ക്യാഷ് കൊടുക്കണം, അപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ നേഴ്സുമാരെ പാസ്സാക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കോട്ടയത്തും കോട്ടയം ലോഗോസ് ജംഗ്ഷനിലും കാരിത്താസ് ജംഗ്ഷനിലുമായിട്ട് 2 സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ 100% സക്സസ് ഗ്യാരണ്ടിയോടെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ വൈഫിന് കിട്ടാതെ ആ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്വാളിറ്റി സർവീസാണ് ആക്ച്വലി ഈ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത്. അപ്പം മേ ബി അത്രയധികം സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ സ്ട്രഗിൾസ് ഒക്കെ തീർച്ചയായിട്ടും ഒരു സംരംഭം ഡയറക്ടർ അത് അനുഭവിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു ആ സ്ട്രഗിൾസ്? അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ കോട്ടയം എന്ന് പറഞ്ഞാൽ ഒരു ഹബ്ബാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഹബ്ബ് എന്ന് പറയാം. അപ്പോൾ അവത്തിൽ നിന്ന് വളർന്നു വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങൾ നേഴ്സ് ആയതുകൊണ്ട് അവിടെ ഓരോ ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ തന്നെ ഒരു ചെറിയൊരു നോട്ടീസും പിടിച്ച് OT IELTS പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇടയ്ക്കും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് ഉണ്ട്. എങ്കിലും നമ്മൾ ചെറിയ രീതി വഴി റിസൾട്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. അതായത് നമ്മുടെ റിസൾട്ട് അതെ മൗത്ത് പബ്ലിസിറ്റി വഴി നമുക്ക് നല്ല സ്ഥാപനമാണെന്ന് പറഞ്ഞാണ് നമുക്ക് കുട്ടികൾ വരാൻ തുടങ്ങി. അപ്പം അവരുടെയാണ് ഏറ്റവും വലിയത്. നമ്മൾ പരസ്യം ചെയ്യുന്നതിലൊന്നും കാര്യമില്ല, പക്ഷെ ആ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത്, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്ന് ഓരോ സ്റ്റുഡൻസ് നമ്മുടെ അടുത്തോട്ട് വരികയും പിന്നെ അവർ വന്ന് പാസ്സായി പോവുകയും ചെയ്തപ്പോഴത്തേന് നമുക്കവിടെ അത്യാവശ്യം സ്റ്റുഡൻസ് വന്ന് നല്ല രീതിക്ക് പോകുന്നു. ഇപ്പോൾ അഡ്മിയയിൽ എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട്? അപ്പോൾ ആ ഒരു 3 years കഴിഞ്ഞ് നിൽക്കുമ്പോൾ എത്രത്തോളം സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്? അഡ്മിയയിൽ നിന്ന് ഈ ഒരു കാലയളവിനുള്ളിൽ ഓൾമോസ്റ്റ് ഒരു 1000 കുട്ടികളിൽ പരം പുറത്തോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു ബാച്ച് വൈസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം ലിമിറ്റ് ചെയ്തിട്ടാണ് ഒരു ബാച്ച് എപ്പോഴും നോക്കുക. കാരണം ഞങ്ങൾ എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു അറ്റൻഷൻ കിട്ടാതെ പോരുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 30 കുട്ടികളുള്ള ഒരു ബാച്ചാണ് ഒരു സ്ട്രെച്ചിൽ നമ്മൾ പോവുക. അപ്പം പക്ഷേ നമ്മളിപ്പം അങ്ങനെയുള്ള ബാച്ച് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ഏകദേശം 1000 കുട്ടികളോളം പുറത്ത് വിദേശ രാജ്യങ്ങളുടെ ഡ്രീം കൺട്രീസിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ 2021 ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം എത്ര കുട്ടികളായിരുന്നു ആ ഒരു ഫസ്റ്റ് ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് തോന്നുന്നു 5 കുട്ടികളോ
ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം കുട്ടികളെ പഠിച്ചിറക്കാൻ സാധിച്ചു. അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ പുറത്തു പോകാനായിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്തപ്പം ഫസ്റ്റ് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ ഏത് സ്ഥാപനമാണെന്നല്ല. അപ്പോൾ സക്സസ് റേറ്റ് കൂടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു അറ്റ്മിയ ഇൻ്റർനാഷണൽ അക്കാദമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിട്ടാണ് HODക്ക് പറയാൻ പറ്റുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് അഡ്മിയിൽ വരുന്ന ഓരോ കുട്ടികൾക്കും കിട്ടുന്ന ഒരു ശ്രദ്ധയുണ്ട്. അതായത് നമ്മളുടെ ഇപ്പം ഞാൻ പറഞ്ഞു പല ഫീൽഡിലുള്ള കുട്ടികൾക്കും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അവിടെ അഡ്മിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നഴ്സസ് ആയിരിക്കാം, മറ്റ് ഫീൽഡിലുള്ളവരൊക്കെ. അപ്പം പലതരം തിരക്കുകളുള്ളവരുണ്ട്, പാർട്ട് ടൈം ജോലികൾ കഴിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം നമ്മളെപ്പോഴും അവരുടെ ഒരു കംഫർട്ടും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് എന്താണ് വേണ്ടതെന്ന് അനുസരിച്ച് മാത്രമേ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ 4 മൊഡ്യൂൾസ് എടുത്ത് തീർത്ത് കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഇൻറ്റൻഷൻ എപ്പോഴും. അപ്പോൾ ആ കുട്ടികളുടെ ലാംഗ്വേജ് എലിജിബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്താൽ അവർ ആഗ്രഹിക്കുന്ന ഒരു എക്സാമിന് അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റും. അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും കെയർഫുള്ളി നോട്ടീസ് ചെയ്യാറുണ്ട്. അപ്പം ഓരോരുത്തർക്ക് എന്താണ് കഴിവുള്ളത്, അവർക്ക് ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് മൊഡ്യൂളായിരിക്കും അവർക്ക് എളുപ്പം, എന്തുകൊണ്ടാണ് ഒരു മൊഡ്യൂൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക, അതറിഞ്ഞ് ഓരോ കുട്ടികൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാനൊക്കെ ഡൗട്ട് തോന്നും, ഇപ്പം 30 കുട്ടികൾക്ക് 30 രീതിയിലാണോ പഠിപ്പിക്കുക? അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. കാരണം 30 കുട്ടികളും 30 ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓരോ കുട്ടിക്കും എന്ത് കൊടുത്താലാണ് ഇവർക്ക് പെർഫോമൻസ് ഇൻഡിവിജ്വൽ കെയർ അറ്റൻഷൻ കൊടുത്തിട്ടാണ് ഓരോ കുട്ടീനെയും ഇതിൽ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പുറത്തിറക്കി ഇപ്പോൾ പറഞ്ഞ ഡ്രീം സ്ഥലത്തേക്ക് പോകാനായിട്ട് അവരെ സഹായിക്കുന്നത് അല്ലേ, ജോലിയുടെ ആയിട്ട് പോകാൻ സഹായിക്കുന്നത്. പിന്നെ എനിക്കൊരു പേഴ്സണലായിട്ട് ചോദിക്കാൻ ഒരു താല്പര്യമുള്ളത്, ഒരു കുട്ടി നമുക്ക് പഠിക്കാനായിട്ട് എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സർവീസ് മാത്രമല്ല, അവിടുത്തെ ഒരു ഫാക്കൾട്ടീസിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർവീസും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രത്തോളം നല്ലൊരു സർവീസ് ഫാക്കൾട്ടീസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ സാർ ശ്രദ്ധിക്കുന്നുണ്ട്? ആക്ച്വലി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നേഴ്സിംഗ് അത് ജോലി ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ്, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടി വന്ന് നമ്മൾ അവരെ കൗൺസിൽ ചെയ്യും. നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട്, അവർ കൗൺസിൽ ചെയ്യും. അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ കാര്യങ്ങൾ എന്താണ്, അവർക്ക് വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ലാംഗ്വേജ് എത്രയുണ്ട്, ലാംഗ്വേജ്, റീസൺ, ലോജിക്ക്, ഈ ഒരു ക്രൈറ്റീരിയയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകണം. അപ്പോൾ ആദ്യം ഒരു കുട്ടി വന്ന് അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി, ആദ്യം ചെറിയ ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ ക്ലാസ്സിന് വരുന്നു. ക്ലാസ്സിന് വന്നു കഴിയുമ്പോൾ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റുകൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു. അതനുസരിച്ച് ഒരു 3 മന്താണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഏകദേശം ഒരു B സ്കോർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയതിന് ശേഷം അവരെ കൊണ്ട് ഞങ്ങൾ ഡേറ്റ് എടുപ്പിക്കാറുള്ളൂ. ഡേറ്റ് എടുപ്പിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവർ പാസ്സാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തതിനെ കുറിച്ച് ചോദിക്കുന്നത്, കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാ അക്കാദമീസും കൊടുക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്താണ് ഈ മോക്ക് ടെസ്റ്റ്, എങ്ങനെയാണത് വരുന്നത്? അതായത് എക്സാം പോലെ തന്നെ. അതായത് എക്സാമിൽ ആക്ച്വലി ഇപ്പം കേരളത്തിൽ ഒരു 16 സെൻറ്ററുകളും എക്സാം സെൻറ്ററുകളുണ്ട്. അപ്പോൾ എക്സാം എങ്ങനെയാണ് നടക്കുന്നത് ആ പാറ്റേണിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കും. അതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. മോക്ക് ടെസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഒരു രീതി അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ആ ഒരു ക്രൈറ്റീരിയയിലാണ് എക്സാം പോകുന്നത്. ആ സമയം കറക്റ്റ് ടൈം വെച്ച് തന്നെ ആ ഒരു ടൈമിൽ തന്നെ പോകും. അതാണ് മോക്ക് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് പഠിച്ചാൽ തീർച്ചയായിട്ടും നഴ്സായിട്ട് പോകാനായിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ കുറേ നഴ്സുകളെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് സഹായമാകുന്ന രീതിയിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ HOD ആവാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു? നഴ്സിംഗ് പഠിക്കുമ്പോഴും നമുക്കറിയാം, നഴ്സിംഗ് പഠിക്കാൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പും അത് കഴിഞ്ഞു എനിക്കറിയാം. ഇപ്പോൾ നമ്മളുടെ ഒരു കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ നഴ്സസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഒരിക്കലും എൻ്റെ പ്രൊഫഷനെ ആളുകൾ മോശമായി കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്കറിയാം നമ്മൾക്ക് കിട്ടുന്ന സാധ്യതകൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് ഒരു പുറത്തേക്ക് പോയി രക്ഷപ്പെടും, ഓക്കെ, അത് എൻ്റെ ഒരു ഡ്രീം തന്നെയാണ്. ബട്ട് സ്റ്റിൽ എന്നെ കൊണ്ട് ഒരു കുറേ അധികം കുട്ടികളെ കൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് നല്ലൊരു പോയിന്റാണ്. ശരിയാണ്. ഇതിൽ എത്രത്തോളം സ്റ്റാഫ് ഉണ്ടാവും? സ്റ്റാഫ് ഏകദേശം 25 സ്റ്റാഫ്. ഓക്കെ, 25 സ്റ്റാഫ് നമ്മുടെ കോട്ടയത്ത് തന്നെയുണ്ട്. 2 ഓഫീസിലും കൂടെ 25 സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ ആ ഒരു ഒത്തൊരുമയും അവരുടെ ആ ഒരു പ്രവർത്തനം കൂടി ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇത്രയും സക്സസ് റേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ടീച്ചേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു പില്ലർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ആ ഒരു സർവീസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു മെൻറ്റാലിറ്റി, അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഇതെല്ലാം തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ അതെല്ലാം ഇത്ര ഭംഗിയായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അറ്റ്മിയ ഇൻ്റർനാഷണൽ അക്കാദമി ഈ ഒരു സക്സസ് റേറ്റിൽ ഇപ്പോൾ നിൽക്കുന്നതും അവർ യൂണീക്കായിട്ട് വർത്തിക്കുന്നതും അല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഈ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാറ്റഗറി ക്രൈറ്റീരിയ ആണ് അവിടെ അവലംബിക്കുന്നത്? അപ്പോൾ ആക്ച്വലി
ഇപ്പം എക്സാം പാസ്സായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. ബി സ്കോർ അല്ലെ എ ഗ്രേഡ് കിട്ടിയ ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഫാക്കൽറ്റി ആയിട്ട് എടുക്കാറുള്ളൂ. അവർക്ക് ഒരു 2 വീക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് പോകുന്ന രീതിയിലാണ്. അതായത് ഇപ്പം ഏത് ഫാക്കൽറ്റി നമുക്കൊരു റൈറ്റിംഗ് പേപ്പർ വന്ന് അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഒരേപോലെ ആയിരിക്കും. നമ്മുടെ ഫാക്കൽറ്റിയുടെ ഇപ്പോൾ 10 പേരുണ്ട്, 10 പേരുടെ അടുത്ത് പോയി നോക്കിയാൽ ഒരേ രീതിയിലുള്ള കറപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് തീർച്ചയായിട്ടും സ്റ്റാഫിൻ്റെയും കുട്ടികൾക്കിടയിൽ ഉണ്ടാവും. ആ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതിലൂടെ സക്സസ് റേറ്റ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഉറപ്പെടും. നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്കവിടെ. സ്റ്റാഫ് സ്റ്റുഡൻസ് ഒന്നും ഇല്ല, എല്ലാവരും അഡ്മിയയിലൂടെ വന്നു കഴിഞ്ഞാൽ അഡ്മിയ ഫാമിലിയാണ്. അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി ഇപ്പോൾ എത്ര കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്? നമ്മൾ 6 കോഴ്സസ് ആണ് മെയിനായിട്ട്. അതായത് OIT എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമായിട്ടാണ് മെയിൻലി അത് വരുന്നത്. എസ്പെഷ്യലി ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്ക് OIT അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ അത് ഡയറക്ടറും HOD ഒക്കെ നഴ്സിംഗ് സെക്ഷനിലായതുകൊണ്ടാണോ അങ്ങനത്തെ ഒരു കോൺസെൻട്രേഷൻ അതിലേക്ക് കൊടുക്കുന്നത്? ആദ്യം പറഞ്ഞല്ലോ, അതായത് ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിഗിൻ ചെയ്തത് നഴ്സസിന് വേണ്ടിയിട്ടാണ്. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യുമല്ല, ബട്ട് സ്റ്റിൽ നഴ്സസിന് OIT പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണല്ലോ. പിന്നെ IELTS എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഫീൽഡിലും, അതായത് ഇപ്പം ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, +2 കഴിഞ്ഞവരുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്നവരെ സംബന്ധിച്ച് IELTS അക്കാദമിക് എന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് ഓഫ് എക്സാമാണ് അവർ അറ്റൻഡ് ചെയ്യുക. അതുപോലെ ജോലിക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റ് സ്പെസിഫിക് വിസ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ സ്പൗസ് ഒക്കെ അവിടെ ഉള്ളവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിസ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യാനാണെങ്കിൽ IELTS എന്ന് തന്നെ ജനറൽ എക്സാംസ് ഉണ്ട്. ഈ കോഴ്സ് കൂടാതെ PTE, TOEFL ഇങ്ങനെ ഇത് രണ്ടും ബേസിക്കലി നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം, അതായത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസ് വിസ കിട്ടാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് PTE ആൻഡ് TOEFL. അത് നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ട്രെയിനിങ്ങുകൾ. അതുപോലെ നമുക്കുള്ളതാണ് ജർമ്മനും നമ്മൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നഴ്സസിനെയാണെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇപ്പം നമ്മൾ 12th പാസ്സായ കുട്ടികൾക്ക് അവിടെ ജർമ്മനിൽ ചെന്നിട്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോടുകൂടി, കോളേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോടുകൂടി സ്കോളർഷിപ്പോട് പഠിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജർമ്മൻ്റെ 4 ലെവൽസാണ്, അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. A1, A2, B1, B2 അങ്ങനെ 4 ലെവൽസാണ്. ഈ 4 ലെവൽസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോച്ചിങ്ങുകൾ അവിടെ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ ഓരോരുത്തരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പം ഓരോ കോഴ്സുകൾ ഇത്ര മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും നിങ്ങളുടെ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് ഇന്നൊരു കോഴ്സിന് ഇത്രത്തോളം മാസം കാലാവധി അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ IELTS പറയുകയാണെങ്കിൽ എത്ര മാസം അതിനൊരു ട്രെയിനിങ് ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്? IELTS ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ലാംഗ്വേജ്, അവർക്ക് എത്രത്തോളം ഈ ഒരു ലാംഗ്വേജിനോട്, ഒരു പുതിയ ലാംഗ്വേജിനോട് എത്രത്തോളം താല്പര്യമുണ്ടെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു റെക്കമെൻഡഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച്, ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ ലാംഗ്വേജ് ലേൺ ചെയ്യാനും അതുപോലെ ലാംഗ്വേജിനേക്കാൾ കൂടുതലായിട്ട് ഈ ഓരോ കാര്യങ്ങൾ, അതായത് ഓരോ മൊഡ്യൂൾസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതും ട്രെയിൻ ചെയ്ത് വരണമെങ്കിൽ ഒരു 3 മന്താണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പീരീഡ്. അതുപോലെ നമുക്ക് റിപ്പീറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ കോഴ്സ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്, കോഴ്സ് പീരീഡ് ലിമിറ്റ് ചെയ്യാറുമുണ്ട്. അതായത് 3 മന്തിൽ താഴെ ചില കുട്ടികൾ 1.5 മന്ത്സിലൊക്കെ എക്സാം എഴുതി പോകാറുണ്ട്. അത് കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു 3 മന്ത് കോഴ്സ്, അതായത് ഇപ്പം IELTS നമുക്കറിയാം ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്ന IDP ആണ്. അവരുടെ തന്നെ ഒരു റെക്കമെൻഡഡ് കോഴ്സ് പീരീഡാണ് 3 months എന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ 3 months ആയിരിക്കും എപ്പോഴും അല്ലേ? കൂടുതലും എത്ര വേണമെങ്കിലും ആകാം, അത് അവരുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ബിഗിനേഴ്സ് ആയിട്ട് അഡ്മിയയിൽ വരുന്ന കുട്ടികളെല്ലാവരും ഞങ്ങൾ വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്ന കാര്യമാണ്, ബിഗിനേഴ്സായിട്ട് ഞങ്ങളുടെ അഡ്മിയയിൽ വരുന്ന എല്ലാ കുട്ടികളും 3 month കോഴ്സസിലൂടെ തന്നെ അവരുടെ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ആയി കയറി പോയിട്ടുണ്ട്. ഞങ്ങൾ വളരെ പ്രൗഡ്ലി പറയുന്ന ഒരു കാര്യം.